ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മിനി വ്ളോഗാണേ. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇക്കായും മോളും പോയതിന് ശേഷമാണ് ഞാൻ കാപ്പി കുടിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാപ്പി അപ്പവും സാമ്പാറും ആയിരുന്നു കേട്ടോ. കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ 2 മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൽ മുളക് പൊടിയും ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ എണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ഇല്ലായിരുന്നു, അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് വെളുത്തുള്ളിയും വഴറ്റിയെടുത്ത് അതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് പിന്നെ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തേ. മാങ്ങ കുറച്ച് നേരം ഇട്ട് ഇളക്കാവും കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ വെന്തോവും. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ലാസ്റ്റ് വിനാഗിരി കുറച്ച് 1 സ്പൂൺ വിനാഗിരിയും വീത്തി കൊടുത്തേ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അച്ചാറിടണത്. ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അച്ചാറിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് മീൻ കിട്ടിയോന്ന് തിരക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അച്ചാറിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പഴുത്ത മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചേ. ഉച്ചക്കത്തേക്ക് ഇന്ന് സാമ്പാർ രാവിലെ വെച്ചതുണ്ടായിരുന്നേ. പിന്നെ ചോറ് ഞാൻ ചൂടാക്കി എടുത്ത് പയറ് മെഴുക്ക് പുരട്ടി രാവിലെ വെച്ചത് അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പാത്രം കഴുകാനായിട്ട് നിന്ന്. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേ. നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടായിരിക്കും കാപ്പി കുടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ നിൽക്കുന്നത്. പച്ചക്കറി വാങ്ങിയതിൽ മല്ലിയില ഉണ്ടായിരുന്നു, അങ്ങനെ ഇല എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ വേര് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടാ പൊടിക്കൊന്ന് നോക്കാമല്ലോ. പിന്നെ ഇന്നലെ സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സവാളയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈർപ്പം കാണുമല്ലോ, അതോടുകൂടി അത് കിച്ചണിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കേടാകും. അതുകൊണ്ട് ഞാൻ വെയിലത്ത് കുറച്ച് നേരം ഈർപ്പം മാറാനായിട്ട് വെച്ചിട്ട് അപ്പോഴത്തേക്ക് മീൻ കിട്ടിയായിരുന്നേ. കോഴിയാളാണ് കേട്ടോ കിട്ടിയത്. മുളക് പൊടി തീരാറായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് വാങ്ങിയിട്ട് അത് കഴുകി വെയിലത്തിടാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഭയങ്കര ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നേ. ഒരു സൈഡിൽ ഞാൻ മുളക് ഇടുമ്പോഴത്തേക്ക് മറ്റേ സൈഡിൽ കാറ്റടിച്ച് മുളകിൻ്റെ പുറത്തൂടെ തുണിയൊന്ന് വീഴും. പിന്നെ ഞാൻ 4 സൈഡിൽ ഓരോ ടൈൽസിൻ്റെ കഷ്ണങ്ങളും പറക്കി വെച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും താഴോട്ട് ഇറങ്ങി. അത്രയ്ക്ക് ചൂടും വെയിലും ആയിരുന്നേ. ഈ വെയിലത്തൊക്കെ ഒന്ന് പണിയെടുക്കുന്നവർ സമ്മതിക്കണമല്ലേ. നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിലത്ത് വയ്ക്കാൻ തന്നെ വയ്യ. അപ്പോൾ എന്നും ഇങ്ങനെ വെയിലത്തുനിന്ന് പണിയെടുക്കുന്ന ഒരു കാര്യമല്ലേ. മുളക് വെയിലത്തിട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം സ്റ്റെപ്പിലിരുന്നേ. പിന്നെ എനിക്ക് തുണി വിരിക്കാനായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ താഴോട്ട് പോയി കൈയൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയേ. മുളക് കഴുകിയതിൻ്റെ എരി കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തുണികളെല്ലാം വിരിച്ചു. ഞങ്ങളിവിടെ വോഡഫോണിന് റേഞ്ച് തീരെ കുറവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് നേരം നിന്നാണ് അപ്ലോഡ് ആവുന്നത്. വീഡിയോയുടെ ക്വാളിറ്റി എത്ര ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി വലയടിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫാനിലും ജനലിലും എല്ലാം വലയെല്ലാം അടിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തേ. എന്നിട്ട് എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അടുക്കളയിലോട്ട് പോയി മീൻ കട്ട് ചെയ്തെടുത്തേട്ടോ. കുറച്ച് മീൻ കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനും എടുത്തേ. എന്നിട്ട് ഒരു വലിയ കപ്പ് നിറച്ച് നാരങ്ങ വെള്ളം കലക്കി അതിൽ കുറേ ഐസ് ഇട്ട് കുടിച്ചു. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തിളച്ചപ്പോൾ അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തേ. 2-3 തലയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് പൊരിച്ച തല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം വറുത്തിട്ട് തേങ്ങയും പുളിയും ഉള്ളിയും കൂടെ അരച്ച് കറി അടുപ്പത്താക്കി. കുറച്ച് നേരം കാറ്റ് കൊള്ളാനായിട്ട് സിറ്റൗട്ടിൽ പോയിരുന്നു കേട്ടോ. സിറ്റൗട്ടിൽ നല്ല കാറ്റാണ്. ഫ്രണ്ടിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല കാറ്റ് വീശി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് എന്നിട്ട് കുളിക്കാനായിട്ട് പോയി. വന്നിട്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തേ. സാമ്പാറും വിഴുക്കും അച്ചാറും മീൻ പൊരിച്ചതാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് എടുത്ത. മീൻകറി എടുത്തില്ലായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.